السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ 5-ാമത്തെ ഹദീസ് പാഠത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. നോക്കാം. عن أبي بكر الصديق رضي الله تعالى عنه أنه قال لرسول الله صلى الله عليه وسلم علمني دعاء أدعو به في صلاتي قال قل اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. رواه الإمام البخاري رحمه الله. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന താങ്കൾ പറഞ്ഞു തന്നാലും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താങ്കൾ ഇപ്രകാരം പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ. അല്ലാഹുവേ, ഞാൻ എന്റെ സ്വന്തത്തോട് ധാരാളം അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക്. അതുകൊണ്ട് നിന്റെ അടുക്കലുള്ള പാപമോചനം കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. വറഹംനി. നീ എനിക്ക് കരുണ ചൊരിഞ്ഞു തരണേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. തീർച്ചയായും നീ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിർവഹിക്കുവാനുള്ള ബാധ്യതകളും അതേപോലെ തന്നെ വാജിബാത്തുകളും അത് നിർവഹിക്കുന്നതിലും വീട്ടുന്നതിലും തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിലും പൂർണ്ണമായി തഖ്വ പാലിക്കുവാൻ, സൂക്ഷ്മത കൈവരിക്കുവാൻ മനുഷ്യർക്ക് കഴിയണമെന്നില്ല. അതിനാൽ തന്നെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പാപങ്ങളിൽ നിന്നും പാപമോചനം തേടുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാതെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ നമ്മുടെ നന്മകളിൽ നാം ചെയ്ത കാര്യങ്ങൾ പലതും നമുക്ക് പ്രതിഫലമായി ലഭിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെ ഈ ഹദീസിൽ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുവാനായി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന അത് നമസ്കാരത്തിൽ തന്നെ സുജൂദിലും തശഹുദിലും അതല്ലാതെയും നിരുപാധികം പ്രാർത്ഥിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ്. പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് നിരുപാധികം പ്രാർത്ഥിക്കാൻ ഉതകുന്ന പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതായും നമുക്ക് കാണാൻ കഴിയും. ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ പ്രാർത്ഥനാ വേളയിൽ അടിമയിൽ നിന്നുണ്ടായിരിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ വിശേഷണമാണ് താഴ്മയോടെ സംഭവിച്ചു പോയ തെറ്റുകൾ അംഗീകരിക്കുക എന്നത്. അതാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തുള്ളത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. അല്ലാഹുവേ, ഞാൻ എന്റെ സ്വന്തത്തോട് ധാരാളം അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവേ, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്റെ തെറ്റുകൾ ഞാൻ ഇത് അംഗീകരിക്കുന്നു. രണ്ടാമതായി, തന്നിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു തരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അംഗീകരിക്കുകയാണ്. ആ അംഗീകാരമാണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, പാപങ്ങൾ പൊറുക്കുവാൻ നിനക്കല്ലാതെ കഴിയുകയില്ല, നീയേ പാപങ്ങൾ പുറത്തു തരികയുള്ളൂ എന്ന് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കലുള്ള പാപമോചനം കൊണ്ട് തന്നിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു തരാനും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് തന്നെ പൊതിയാനുമുള്ള തേട്ടവും അപേക്ഷയുമാണ് അടങ്ങിയിട്ടുള്ളത്. അഥവാ ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വറഹംനി. അല്ലാഹുവേ, നിന്റെ അരികിലുള്ള പാപമോചനം കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ, എനിക്ക് നീ കരുണ ചെയ്യണേ. ആ തേട്ടമാണ് അവിടെ അടങ്ങിയിട്ടുള്ളത്. നാലാമതായി, ഉന്നതമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തലാണ്. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ കടാക്ഷിക്കുന്നവനും ഗഫൂറും റഹീമുമായ അല്ലാഹു മാത്രമാണ് എന്ന് റബ്ബിനെ മഹത്വപ്പെടുത്തുകയാണ് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അഥവാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഏറെ അർത്ഥവും ആശയവും അടങ്ങിയിട്ടുള്ള ഈ പ്രാർത്ഥനകൾ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ പതിവാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രാർത്ഥന ഒരു തവണ കൂടി നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത
فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പതിവാക്കുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ പതിവാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.